ഹായ് ഓൾ. അപ്പോൾ കമ്പനിയിൽ കണ്ട പോലെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാനൊരു 100 days ട്രേഡിംഗ് ചാലഞ്ച് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ഡേ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെ കണ്ടീഷൻസാണ് ആ ചാലഞ്ച് കൊണ്ട് ഞാൻ എന്തൊക്കെ ഉദ്ദേശിക്കുന്നതെന്നുള്ളതൊക്കെ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇന്ന് 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, 2 ട്രേഡും ബാങ്ക് നിഫ്റ്റിയിലാണ് എടുത്തത്. ഇവിടെ കാണാൻ കഴിയും ടോട്ടൽ പ്രോഫിറ്റ് എത്ര എന്നുള്ളത്. 2 ട്രേഡ് എടുത്തതിൽ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസും ഒരു ട്രേഡ് ടാർഗറ്റുമാണ് അടിച്ചത്. സ്റ്റോപ്പ് ലോസ് രാവിലെ 10:07 ഒരു എൻട്രി എടുത്തു, അത് 10:13 തന്നെ SL അടിച്ച്. പിന്നെ എടുത്തത് 14:54 2:54 എൻട്രി എടുത്തത്, അത് 3:01 സമയത്ത് അത് ടാർഗറ്റ് അടിക്കുകയും ചെയ്തു. അതിൽ ക്യാൻസൽ ചെയ്ത ഓർഡർ ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും ക്യാൻസൽ ആവാനാണ്. അതായത് ബി ഓർഡർ എടുക്കുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഓട്ടോമാറ്റിക്കായി സെറ്റ് ആവും. അതിൽ ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസലാവും, സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ടാർഗറ്റ് ഓർഡർ ക്യാൻസലാവും. അപ്പോൾ ഫസ്റ്റ് ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചപ്പോൾ ടാർഗറ്റ് ഓർഡർ ക്യാൻസലായി. സെക്കൻഡ് ഓർഡറിൽ ടാർഗറ്റ് അടിച്ചപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസലായി. അപ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് എൻട്രി 10:07 അതിൽ കിട്ടിയ പ്രോഫിറ്റ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഫസ്റ്റ് ട്രേഡിൽ ലോസ് വന്നത് ഓൾമോസ്റ്റ് 300 റുപ്പീസിൻ്റെ അടുത്താണ്. സെക്കൻഡ് ട്രേഡിൽ ടാർഗറ്റ് അടിച്ചത് 1500 അതിൻ്റെ ടോട്ടലാണ് ഇതിൽ കാണിക്കുന്നത്. രണ്ടും ഒരേ സ്ട്രൈക്ക് ആയതുകൊണ്ടാണ് ഈ ടോട്ടൽ എമൗണ്ട് അവിടെ ടോട്ടൽ എമൗണ്ട് ഈ ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. 2 ട്രേഡ് എടുത്തതും ഒരേ സ്ട്രൈക്കിലാണ് 50-200 PE എടുത്തത്, അതുകൊണ്ടാണ് ഒരുമിച്ച് കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ട്രേഡ് കാണിച്ചു തരാം. 2 ട്രേഡ് എടുത്തതിൽ ഇവിടെ ടൈം നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ട്രേഡ് 10:07 എടുത്തത്. 10:07 ക്യാൻഡിൽ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റീൻ്റെ 1 minute ചാർട്ടാണ്. അതിൽ 10:07 ക്യാൻഡിൽ ഇതാണ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ ഫസ്റ്റ് എൻട്രി എടുത്തത്. ആ എൻട്രി 10:07 എടുത്ത് 10:13 അങ്ങനെ എത്ര ആയ സമയത്ത് SL അടിച്ചത്. ഈ ക്യാൻഡിൽ SL അടിച്ച് ഇവിടെ എൻട്രി എടുത്ത് SL അടിച്ച് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു. 20 points ആണ് SL വെക്കാറ്. ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡിലും 20 points SLും 100 point ടാർഗറ്റാണ് വെക്കാറ്. അപ്പോൾ ഇതിൽ 20 points SL അടിച്ചു. പിന്നെ സെക്കൻഡ് ട്രേഡ് എടുത്തത് പിന്നെ ഈ താഴേക്ക് വരുന്ന ഏരിയയിലൊന്നും എനിക്ക് ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ സെക്കൻഡ് ട്രേഡ് ഈ ക്യാൻഡിലാണ് 14:54 2:54 അടുത്ത എൻട്രി, അത് 15:01 ടാർഗറ്റ് അടിച്ചു. പുട്ട് ഓപ്ഷൻ ഈ ക്യാൻഡിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. 15:01 ഈ ക്യാൻഡിൽ എത്തിയ സമയത്ത് 100 point ടാർഗറ്റ് അടിച്ചു. 100 point അടിച്ചതിന് ശേഷം വീണ്ടും താഴേക്ക് വേണ്ടി വീണ്ടും മേലേക്ക് വേണ്ടി, പക്ഷെ അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ എൻട്രി എടുത്തു, ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കുക. ടാർഗറ്റ് അടിച്ചു, സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസലായി, അതുകൂടെ കാണാം. ടാർഗറ്റ് അടിച്ചു, സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസലായി. അതേപോലെ രാവിലത്തെ SL അടിച്ചു, ടാർഗറ്റ് ഓർഡർ ക്യാൻസലായി. ട്രേഡിങ്ങിൽ അങ്ങനെ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ബാക്കി പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഓക്കെ, അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഞാൻ എൻട്രി എടുക്കുന്ന സെറ്റപ്പ് എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ലിക്വിഡിറ്റി കൺസെപ്റ്റ് വെച്ചാൽ ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഇന്ന് ട്രേഡ് എടുത്തത് ഈ ഒരു ലിക്വിഡിറ്റീൻ്റെ ബേസിലാണ്. ഇവിടെ ഒരു സ്വിംഗ് ഹൈൻഡ് ഇതിൻ്റെ മേലെ പോയി ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ അപ്സൈഡ് എൻട്രി എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഒരുപാട് റീറ്റെയിലേഴ്സൊക്കെ ഉണ്ടാവും. ബ്രേക്ക് ഔട്ട് എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ചാടി കയറി എൻട്രി എടുക്കുന്ന ആളുകൾ. അപ്പോൾ അവരൊക്കെ ഫേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ ലിക്വിഡിറ്റി എൻട്രി എന്ന് പറഞ്ഞാൽ ഇത് മാർക്കറ്റിൽ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ സ്ട്രാറ്റജി ലിക്വിഡിറ്റി കൺസെപ്റ്റ്, സ്മാർട്ട് മണി കൺസെപ്റ്റ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സെറ്റപ്പ്, ICT ഇന്നർ സർക്കിൾ ട്രേഡർ, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു സെറ്റപ്പാണിത്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കാറ്. അതിൽ ഞാൻ തന്നെ കുറേ പഠിച്ച് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ കോഴ്സ് എടുത്ത് അങ്ങനെയൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് ഈ സ്ട്രാറ്റജിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത സമയത്ത് പിന്നെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് അതിൽ എൻ്റെ സ്ട്രാറ്റജി പ്രകാരമുള്ള കൺഫർമേഷൻ കിട്ടിയപ്പോഴാണ് എൻട്രി എടുത്തത്. അത് SL അടിച്ച് അതിനുശേഷം വീണ്ടും താഴേക്ക് വന്ന് പിന്നെ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് മേലേക്ക് പോകണമെങ്കിൽ താഴെ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. 100% നമുക്ക് മാർക്കറ്റിൽ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പ്രോബബിലിറ്റി കൂടുതൽ അതിനാണ്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പിന്നെ ഇവിടുത്തെ ഈ ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റിയോ ഇതിലേതെങ്കിലുമൊക്കെ എടുക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് അത് താഴേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഞാൻ ഡൗൺ സൈഡ് എൻട്രി തന്നെയാണ് പ്രിഫർ ചെയ്തത്. ഇവിടെ ലോ ടൈം ഫ്രെയിമിൽ എനിക്ക് അടുത്ത കൺഫർമേഷൻ കിട്ടിയപ്പോൾ
താഴോട്ടേക്ക് വീണ്ടും എൻട്രി എടുത്തു, അത് ടാർഗറ്റ് അടിച്ചു. അപ്പോൾ അത്രയാണ് ഇന്നത്തെ എൻട്രീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇനി 100 days ട്രേഡിംഗ് ചാലഞ്ചിനെ പറ്റി പറയാം. 100 days ട്രേഡിംഗ് ചാലഞ്ചോട് ഞാൻ ഉദ്ദേശിക്കുന്നത് 100 ദിവസം ട്രേഡ് ഇന്ന് തൊട്ടിട്ട് ഇനി വരാൻ പോകുന്ന 100 ട്രേഡിംഗ് ഡേയ്സിൽ ഞാൻ എടുക്കുന്ന ട്രേഡും കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലുള്ള റൂൾസ് ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഈ പല ആളുകളും പല ഇതിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു ദിവസം മാക്സിമം എത്ര ട്രേഡ് എടുക്കണം, അതൊക്കെ നമ്മളെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ സംഭവങ്ങളാണ്. മാക്സിമം റിസ്ക് എത്ര, അപ്പോൾ അതൊക്കെ നമ്മളെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളെ ഇമോഷൻസിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഏതൊക്കെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത 2 റൂൾസ്, ഈ 2 റൂൾസ് മാത്രമേ ഞാൻ പാലിക്കുന്നുള്ളൂ. ഒന്ന്, ടാർഗറ്റ് ഏത് ട്രേഡ് എടുക്കുകയാണെങ്കിലും ശരി, ടാർഗറ്റ് 100 points കമ്പൽസറി ആയിട്ട് വെക്കും. 100 points ആയാലേ ഞാൻ ഇറങ്ങുള്ളൂ, അതിൻ്റെ മുന്നേ ഞാൻ ഇറങ്ങില്ല. SL 20 points. അപ്പോൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 100 points ടാർഗറ്റ് അടിക്കണം, അതല്ലെങ്കിൽ അതായത് 1500 രൂപ പ്രോഫിറ്റ്, അതല്ലെങ്കിൽ 20 points സ്റ്റോപ്പ് ലോസ്, അതായത് 300 rupees ലോസ്. ഇതിലേതെങ്കിലും ഒന്ന് അടിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുള്ളൂ. അതല്ലെങ്കിൽ ടൈം ആവണം, അതായത് 3 മണി കഴിഞ്ഞിട്ട് ടൈം 3:15 അങ്ങനെ കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ആവില്ല. ആ ടൈമായി കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് അടിക്കും, ഇതിൻ്റെ ഇടയിൽ എക്സിറ്റ് അടിക്കും. അതല്ലാത്ത പക്ഷം ഇതിലേതെങ്കിലും ഒന്ന് അടിച്ചാൽ മാത്രമേ ഞാൻ എക്സിറ്റ് അടിക്കുള്ളൂ. അതാണ് എൻ്റെ നമ്പർ 1 റൂൾ. അത് ഈ 100 ദിവസം ഞാൻ പാലിച്ചിരിക്കും. പിന്നെ അതിലിപ്പോൾ ഈ ക്വാണ്ടിറ്റി 15 ആയതുകൊണ്ടാണ് പ്രോഫിറ്റ് 1500 ലോസ് 300 വരുന്നത്. അത് ചിലപ്പോൾ കൂട്ടും 15. ഒരു മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കിയിട്ട് പ്രോഫിറ്റബിൾ ആണെങ്കിൽ കൂട്ടി പോകും, വീണ്ടും അടുത്ത മാസം പ്രോഫിറ്റബിൾ ആണെങ്കിൽ അത് കൂട്ടി പോകും. പക്ഷേ ടാർഗറ്റ് എപ്പോഴും 100 point ആയിരിക്കും, SL എപ്പോഴും 20 point ആയിരിക്കും. പിന്നെ സെക്കൻഡ് റൂള്, എൻട്രി ഓൺലി ആസ് പെർ പ്ലാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ യൂട്യൂബ് വീഡിയോസും പെയ്ഡ് കോഴ്സും എല്ലാം എടുത്തിട്ടൊക്കെയാണ് ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്തിപ്പെട്ടത്, ഈ ലിക്വിഡിറ്റി കൺസെപ്റ്റിലേക്ക്. അപ്പോൾ ഈ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം വരുന്ന എൻട്രികൾ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അതല്ലാതെ ഇനിയിപ്പോൾ ഒരു ദിവസം ഒരു എൻട്രിയും കിട്ടിയില്ലെങ്കിൽ, ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്ട്രാറ്റജി വെച്ചിട്ട് ഒരു എൻട്രിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് എൻട്രി എടുക്കില്ല. അതേപോലെ ആ സ്ട്രാറ്റജി പ്രകാരം ഒരു ദിവസം എത്ര എൻട്രി കിട്ടിയാലും ഞാൻ എടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് എൻട്രി ഒന്നും കിട്ടില്ല, അങ്ങനത്തെ സ്ട്രാറ്റജിയാണ്. ഹൈ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി നോക്കി ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടിയിട്ടൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഡെയിലി അങ്ങനെ കണ്ടമാനം എൻട്രി ഒന്നും കിട്ടുമോ, എന്ന് തന്നെ ഇപ്പോൾ ആകെ 2 എൻട്രി കിട്ടിയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രം എടുക്കും. അങ്ങനെ എടുത്തിട്ട് ഈ 2 റൂളും ഫോളോ ചെയ്യും, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ, ഇതിനപ്പുറത്തേക്ക് വേറൊരു പ്ലാനിങ്ങും ഇല്ല. ഇന്നാണ് അതിൻ്റെ ഫസ്റ്റ് ഡേ. അതിൽ ഒരു ടാർഗറ്റും അതിൽ എക്സൽ ഷീറ്റ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ അതിൽ 2 ട്രേഡ് എടുത്തു, ഒരു SLഉം ഒരു ടാർഗറ്റുമാണ് അടിച്ചത്. ബാക്കി അടുത്ത ട്രേഡിംഗ് ഡേയ്സിൽ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.